വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം മണ്ഡലത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള, കാരണം ആളുകൾ കാണാൻ വരുമ്പോൾ. ഒരു ഗൃഹപ്രവേശന ചടങ്ങിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ ഭക്ഷണമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് ആളുകളെല്ലാം തന്നെ ഈ ചടങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഗൃഹപ്രവേശനം നടത്തുന്നത് കോങ്ങാടിൻ്റെ നിയുക്ത MLA KA തുളസിയും പാലക്കാടിൻ്റെ MP VK ശ്രീകണ്ഠനുമാണ്. ആ വീട് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വാടക വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും എല്ലാമാണ് നമ്മൾ കാണുന്നത്. ഈ ക്യാമറ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അത് ഒരു വീടിൻ്റെ ഫീലായിട്ടല്ല നമുക്ക് തോന്നുന്നത്, ഒരു ഓഫീസ് സ്പേസ് ആയിട്ട് ആണ് നമുക്ക് തോന്നുന്നത്. VK ശ്രീകണ്ഠനും KA തുളസിയുമുണ്ട്. ഇത് ഇവിടെ വന്നാലൊരു ഓഫീസാണ്. ഇങ്ങനെ 2 ടേബിള് 2 ചെയറൊക്കെ ഇതിപ്പോൾ പെട്ടെന്ന് ഇന്ന് രാവിലെ വെക്കാൻ കഴിയില്ല, മുൻകൂട്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ അത്രയും ആത്മവിശ്വാസമായിരുന്നു. അല്ല, ഇപ്പം നമ്മൾ പാർട്ടിയിലാണെങ്കിലും അദ്ദേഹം രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഞാൻ KPC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഓഫീസ് വരുമ്പോൾ എനിക്കും അവിടെ ഒരു ഇടം ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കോങ്ങാട് നമ്മൾ മത്സരിക്കുന്നു, സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല റിസൾട്ട് തന്നെയാണ് പ്രതീക്ഷിച്ചത്. കാരണം അത്രയധികം ഹാർഡ് വർക്ക് മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട് UDFൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും. MP എന്നുള്ള നിലയിൽ അദ്ദേഹവും, അതുപോലെ തന്നെ നമ്മുടെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും, മത്സരിച്ച ആളുകളും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം മണ്ഡലത്തിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ചുള്ള, കാരണം ആളുകൾ കാണാൻ വരുമ്പോൾ അതിനുള്ള ഒരു സൗകര്യം മാത്രമല്ല. മുഴുവൻ പറഞ്ഞില്ല, നിലവിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ MP കാണാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർ KPCC ജനറൽ സെക്രട്ടറി കാണാൻ വരില്ലേ. പിന്നെ ജയിക്കുമെന്നുള്ള ഉറപ്പായപ്പോൾ MLA എന്നുള്ള നിലയ്ക്കും വരുന്ന നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. മീഡിയ വണ്ണാണ് യഥാർത്ഥത്തിൽ ഈ രഹസ്യം പുറത്തുവിട്ടത്. കേരളത്തിലെ എല്ലാ ചാനലുകാരും പറഞ്ഞത് കോങ്ങാട് UDF തോൽക്കും, അതോ വലിയ മാർജിനിൽ തോൽക്കും, ഇടത് കോട്ടയാണ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് മുഴുവൻ. ഇപ്പം മീഡിയ വണ്ണിന് പുകത്താൻ പറയല്ല, മീഡിയ വണ്ണിൻ്റെ സാജിദിൻ്റെ റിപ്പോർട്ട് ഞാൻ കാണുകയുണ്ടായി. അതിൽ ആ നിയോജകമണ്ഡലത്തിലെ ഭൂപ്രദേശം, പഞ്ചായത്തുകൾ, അവിടെ ഉണ്ടായ മാറ്റം, ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വേവ്, ഇതെല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്തത് മീഡിയ വണ്ണാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും യഥാർത്ഥത്തിൽ പാലക്കാടിൻ്റെ അവസ്ഥ പലർക്കും അറിയില്ല. ഈ ചാനലിൽ സർവേ ഏജൻസിക്ക് കൊടുത്തു, അവർ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞിരുന്ന, പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള നിഗമനം മീഡിയ വണ്ണിൻ്റെ ആയിരുന്നു. ഈ സത്യത്തിൽ ഞാൻ തന്നെ ആ വാർത്ത കണ്ട് ഒരു കുറച്ചിതായി, എന്താ ഞെട്ടിയെന്ന് പറയാം. കാരണം ഇതെങ്ങനെ ഇതൊക്കെ കണ്ടുപിടിച്ചു എന്ന്. കാരണം ഞങ്ങളുടെ നീക്കങ്ങളും പ്രവർത്തനവും ഒക്കെ കൃത്യമായി വിലയിരുത്തിയ റിപ്പോർട്ടിംഗ് ആയിരുന്നു. ഞാൻ താങ്കളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. അത് നമുക്കിങ്ങനെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ ഓളങ്ങൾക്കപ്പുറം ഈ ജനങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും. അതാണ് ജനപ്രതിനിധികൾക്ക് ഏറ്റവും പ്രധാനം തോന്നുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് ഭൂരിപക്ഷം സമയം ഉറങ്ങുന്നതും ഉണ്ണുന്നതും നടക്കുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ജനമധ്യത്തിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അത് ഏത് സമൂഹമാകട്ടെ, ആര് വിളിച്ചാലും പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനുണ്ടാവും. അപ്പോൾ അവരുടെ അഭിപ്രായം കേൾക്കുക, അവരോട് സംസാരിക്കുക, അങ്ങനെ ഉണ്ടാകുന്നൊരു അഭിപ്രായം, അത് കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നിരീക്ഷണം, അതിൽ നിന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അത് മാധ്യമപ്രവർത്തകർക്കും ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ മത്സരം വരുമ്പോൾ ഏത് രീതിയിലും ആകാം, എന്തും പറയാം എന്നുള്ളൊരവസ്ഥ മാറ്റി കുറച്ചൊക്കെ യാഥാർത്ഥ്യബോധം വേണം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല വ്യക്തിപരമായി. അതല്ലല്ലോ കാര്യം. സമൂഹം എന്താഗ്രഹിക്കുന്നു, നിഷ്പക്ഷമായിട്ടും നീതിപൂർവമായിട്ടും സത്യസന്ധമായിട്ടുമാണ് 4ാം തൂണിനെ കാണുന്നത്. പക്ഷെ അതിലൊക്കെ ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ശ്രദ്ധിക്കേണ്ടത് ജനവിരുദ്ധമായ നയങ്ങളായിട്ട് പോയാൽ കനത്ത തിരിച്ചടി ഉണ്ടാവും എന്നുള്ളത്. അതാണ് 10 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിൽ LDFനുണ്ടായ ഗതികേട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹം 10 റൗണ്ട് പിന്നിലായിരുന്നു എന്ന് പറഞ്ഞാൽ ജനരോഷം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം ഭരണാധികാരികൾക്കൊരു പാഠമാണ്. ഞാനും ഏറ്റവും കൂടുതൽ താഴെത്തട്ടിൽ സാധാരണക്കാരുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എൻ്റെ പാർലമെൻ്ററി പ്രവർത്തനം, ജനങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം നിഷ്പക്ഷമായിരിക്കണമെന്ന് മറ്റാരേക്കാളും നിർബന്ധമുള്ള ആളാണ് ഞാൻ. അത്
തുളസിക്ക് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാൻ. അപ്പം നമ്മുടെ ഈ റിപ്പോർട്ടുകൾ കണ്ടിട്ട് ഈ അവിടെയുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രവർത്തകരും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവർക്കൊരു ഇതുണ്ടായിരുന്നു. നമ്മളെ പലരും വിളിച്ചു ചോദിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഇപ്പോൾ കാരാകുർശി, കാഞ്ഞിരപ്പുഴ, കരിമ്പ, തച്ചമ്പാറ ഇതൊക്കെ എണ്ണുമ്പോൾ ഇത്ര ലീഡിന് വന്നു കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് പറയുമ്പോൾ അവർക്കും അത് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിലും. പിന്നെ തീർച്ചയായിട്ടും അതിൽ ഞാനത് ആ ന്യൂസ് കണ്ട് അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ നോക്കി. അപ്പോൾ അതിൽ ഒരാൾ കമൻറ്റ് ചെയ്തത് പ്രത്യേകമായിട്ട് ഞാൻ നോട്ട് ചെയ്തു. കാരണം സാജിദ് ഈ മണ്ഡലത്തിൽ പെട്ട ഒരാളാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണമൊക്കെ വളരെ കൃത്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഫീൽഡിൽ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഫീൽഡിൽ താമസിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് അത് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പ്രവർത്തകരൊക്കെ അത് കണ്ടപ്പോൾ എനിക്ക് എത്ര പേരെ ഷെയർ ചെയ്ത് തന്നെന്ന് പറയാൻ കഴിയില്ല, അത്രയധികം പേരത് ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ വളരെ സന്തോഷവും പിന്നെ പ്രവർത്തകർക്കാണെങ്കിലും വലിയ ആത്മവിശ്വാസം ആ ഒരു ഇത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. എത്രയോ ആളുകൾ പറഞ്ഞു, കണ്ടോ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു റിപ്പോർട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പലരും അയച്ചു തന്നിരുന്നു, ഒരു വിലയിരുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട്. വളരെ സന്തോഷം. ടീച്ചർ, അപ്പോൾ വാടക വീട് ടൗണിൽ 2ഓ 3ഓ മാറി, അപ്പോൾ ടൗണിൽ തന്നെ ഒരു സ്വന്തമായി വീട് വേണോ? ടൗണിലെ ഈ സ്വന്തം വീട് വാങ്ങിക്കുക എന്നുള്ളത് വളരെ ഒരു സാമ്പത്തിക ബാധ്യതയേറിയ കാര്യമാണ്. അപ്പം നമ്മളെ കൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പം വാടക വീട് നമ്മുടെ ഷൊർണൂരിൽ നമുക്ക് വീടും ഉണ്ട്. പിന്നെ അങ്ങനെ ഒന്നിലധികം വീട് വേണം, അങ്ങനെ സൗകര്യങ്ങൾ വേണം എന്നുള്ള ആഗ്രഹം ഞങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ചില്ല. നമുക്ക് താമസിക്കാൻ ഇപ്പോൾ ഹെഡ് ക്വാർട്ടറിൽ താമസിക്കുക എന്നുള്ളത് MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം കൂടുതൽ ആളുകളും വരെയും പോവുകയും ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടറിലാണ്. അപ്പോൾ നമ്മൾ ഷൊർണൂർ പോയിട്ട് സ്വന്തം വീട്ടിൽ താമസിക്കാമെന്നുകൊണ്ട് അവിടെ പോയി താമസിച്ചാൽ നമ്മുടെ ഈ സൗകര്യങ്ങൾ നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എനിക്കാണെങ്കിലും കോങ്ങാട് പോകാൻ ഷൊർണൂരിൽ നിന്ന് വളരെ ദൂരെയാണ്. പക്ഷേ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എനിക്ക് കോങ്ങാട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെഡ് ക്വാർട്ടറിൽ നിൽക്കുകയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നെന്മാറയിലാണ് ജോലി ചെയ്യുന്നത്, NSS കോളേജിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കോളേജിൽ പോയി വരാനുള്ള സൗകര്യം കൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. 2007 ഞങ്ങൾ പാലക്കാട് ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അന്നോട്ട് ഇന്ന് വരെയും വാടക വീട്ടിൽ തന്നെയാണ് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ എപ്പോഴെങ്കിലും അതിനൊരു സൗകര്യം, സ്വന്തം വീട് വാങ്ങിക്കാൻ സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ആലോചിക്കാം എന്നുള്ളതാണ്. ഒരു അത്യപൂർവമായിരിക്കും MLA-യും MP-യും ഒറ്റ റൂമിനകത്ത് ഒരു ഓഫീസ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? അതൊരു അത്യപൂർവമാണ്. MLA-യും MP-യും ഒരു റൂമിനകത്ത് ഓഫീസ് സെറ്റ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. ഇതിനു മുമ്പ് MP വീരേന്ദ്രകുമാർ MP ആയിരുന്നു, എനിക്ക് വളരെ ബഹുമാന നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ സെയിം ടൈം MLA ആയിരുന്നു. പക്ഷെ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഭാര്യ ഭർത്താവായതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് മാറാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച. ഈ PC ജോർജും ഷോൺ ജോർജും മറ്റേ തോറ്റപ്പോ ഒരു മറ്റേ കാർഡ് ഉണ്ടായിരുന്നു, ഒരു വീട്ടിൽ 2 തോൽവി എന്നുള്ളത്. ഇപ്പോ 2 വിജയമായിപ്പത്. അതെ, തീർച്ചയായിട്ടും അതൊക്കെ ജനങ്ങൾ നൽകിയിട്ടുള്ളതാണ്, പാർട്ടി നൽകിയിട്ടുള്ളതാണ്, മുന്നണി നൽകിയതാണ്. അതൊന്നും മറന്ന് ഒരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. പിന്നെ പാർട്ടി എത്രയും റിസ്ക് എടുത്തിട്ട് ഇത്തരമൊന്നും ആരോപണം വരും എന്നൊക്കെ അറിഞ്ഞിട്ടാണ്. പക്ഷേ അതൊന്നും തിരഞ്ഞെടുപ്പിൽ ആരും ചർച്ച ചെയ്യില്ല. കാരണം എന്നെക്കാളും മുമ്പ് പാർലമെൻറ്റിലും അസംബ്ലിയിലും മത്സരിച്ച ആളാണ് തുളസി. അതുകൊണ്ട് അതിൽ അസ്വാഭാവികതയൊന്നും ആർക്കും തോന്നിയിട്ടുമില്ല, അതാരും പ്രചരിപ്പിച്ചിട്ടുമില്ല. അറിയുന്നവർക്കൊക്കെ അറിയാം. പിന്നെ MP-യുടെ ഭാര്യ എന്നുള്ളതുകൊണ്ട് പ്ലസ് അല്ലാതെ ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാവില്ല എന്ന് ഞാൻ തുളസിയെടുത്ത് ഉറപ്പ് കൊടുത്തു. പാർട്ടി നേതൃത്വം പറഞ്ഞു ഈ നമുക്ക് സ്ഥിരമായിട്ട് ജയിക്കാത്തൊരു മണ്ഡലമാണ്, അപ്പോൾ നമ്മളൊരു പരീക്ഷണം നടത്താം, ശക്തമായിട്ട് പ്രവർത്തിക്കണം, മണ്ഡലം കിട്ടുമോ, തിരിച്ചു പിടിക്കുമോ വെച്ചു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് തിരിച്ചു പിടിക്കും, അതിനുള്ള ജോലി ഇന്ന് തന്നെ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. വെറും 20 ദിവസം 21 ദിവസം കഠിന പ്രയത്നം അവിടെയുള്ള UDF-ൻ്റെ മുഴുവൻ പ്രവർത്തകരും അവരെല്ലാവരും കൂടെ ചേർന്ന് നടത്തി. അങ്ങനെ പാർട്ടി നേതൃത്വത്തിനും മുന്നണി നേതൃത്വത്തിനും കൊടുത്ത ഉറപ്പ് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ള നല്ല അഭിമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ടീച്ചർ, ഇനിയിപ്പോൾ ജോലിയുടെ കാര്യം എങ്ങനെയാണ്? VRS എടുക്കുന്നുണ്ടോ? എന്താണ് പ്ലാൻ? ഞാൻ മാനേജ്മെൻറ്റിലേക്ക് പോയിട്ട് NSS-ൻ്റെ ജനറൽ സെക്രട്ടറി സുമാരൻ സാറിനെ, അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷൻ സെക്രട്ടറി സുജാത മാമിനെയൊക്കെ കണ്ട് പിന്നെ കോളേജിലും പോകണം, എല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കും. പിന്നെ തീർച്ചയായിട്ടും അവരെയൊന്നും നമുക്ക് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ മറ്റൊരു ദിശ മാറി സഞ്ചരിക്കുമ്പോൾ നമുക്ക് എല്ലാം ഒറ്റയടിക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പം അവരെയൊക്കെ കണ്ടും പോയിരിക്കും. അങ്ങനെ പാലക്കാട് ജില്ലയിലും തന്നെയാണല്ലോ എൻ്റെ കോളേജ്, നമ്മുടെ മണ്ഡലം ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് മാറേണ്ട കാര്യം. പ്രചരണത്തിനിടെ ഈ സ്റ്റുഡൻസിനെയൊക്കെ കണ്ടിരുന്നു, ഈ അധ്യാപകരുടെ ഒരു പ്രത്യേകത എവിടെ പോയാലും അവർ പഠിപ്പിച്ച ഒരു കുട്ടികൾ ഉണ്ടാവുന്നു, അങ്ങനെ കണ്ടിരുന്നു? തീർച്ചയായിട്ടും കണ്ടിരുന്നു. ഒരു കുട്ടിയല്ല, പല കുട്ടികളെയും കണ്ടിരുന്നു. ഞാൻ ചില വീട്ടിലൊക്കെ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും പാഴാക്കിയിട്ടില്ല. അപ്പം ഇപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് സമയമാണ്, ചിലപ്പോൾ നമുക്ക് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റില്ലെങ്കിൽ അപ്പം നമ്മൾ വീട് കയറുമായിരുന്നു. അപ്പം അങ്ങനെ പല വീടുകളിലും ഓടി ഓടി കയറി ഓടി
കൂട്ടി വയ്ക്കുമ്പോൾ പല സ്ഥലത്തും ഞാൻ പഠിപ്പിച്ച കുട്ടികളുണ്ട്, ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിലെ വിദ്യാർത്ഥികളുണ്ട്, ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ പല ഓഫീസുകളിലും പോകുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം ചിലപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആ കുട്ടികളെ കാണുന്നത്. അപ്പോൾ വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ അവർ പറയും ഞങ്ങൾക്കൊക്കെ വലിയ മാറ്റം വന്നു, ടീച്ചർക്ക് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുകൊണ്ട് അങ്ങനെ സ്നേഹം പങ്കുവെക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷമായിരുന്നു അതൊക്കെ. എന്തായാലും വലിയ സന്തോഷത്തിലാണ് ഈ പുതിയ വീട്ടിലേക്ക് കെ എ തുളസിയും വി കെ ശ്രീകണ്ഠനും ഈ മാറുന്നത്. ഇവരുടെ ഈ പ്രവർത്തനം, അതായത് ഒരു സ്ഥലത്ത് തന്നെ എം പിയും അതേ സ്ഥലത്ത് തന്നെ MLA യുമാകുന്ന കേരളത്തിലെ അപൂർവ സാഹചര്യം കൂടി ആണിത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് ഇസ്മൽ, മീഡിയ 1 പാലക്കാട്.